വേനൽക്കാല രോഗങ്ങളിൽ പ്രധാനമാണെന്ന് മൂത്രത്തിൽ കല്ല്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മൂത്രത്തിൽ കല്ല് ഉണ്ടാകുന്നത്? മൂത്രത്തിൽ കല്ല്, കിഡ്നി സ്റ്റോണ്. കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി, മൂത്രവാഹിനി കുഴല്, യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചി, മൂത്രനാളി ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാൽസ്യത്തിന്റെ ഓക്സലേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ്സ്, യൂറിക് ആസിഡ്, അതുപോലെ അമോണിയ, മഗ്നീഷ്യം, അതിന്റെ എല്ലാ ലവണങ്ങൾ അടിഞ്ഞു കൂടുന്നതിനാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ്. ഇത് കുടലിലെത്തി ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അതിനുശേഷം ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ അരിച്ച് എടുക്കുന്നത്, അതിന്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റുന്നത് കിഡ്നിയാണ്. അപ്പൊ ആ കിഡ്നി അങ്ങനെ അരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ലവണങ്ങളെല്ലാം, വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇവയെല്ലാം കിഡ്നിയിലേക്ക് എത്തുന്നു. അങ്ങനെ എന്നിട്ട് പിന്നീട് മൂത്രത്തിൽ കൂടി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ആവശ്യത്തിന് മൂത്രം ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതിനെ പുറന്തള്ളാൻ പാകത്തിന് അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ മൂത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം പദാർത്ഥങ്ങൾ നമ്മുടെ കിഡ്നിയിലോ അല്ലെങ്കിൽ ഈ അനുബന്ധ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ അടിഞ്ഞുകൂടുകയും പിന്നീട് അത് സ്റ്റോൺ കല്ലുകളായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത്. വേനൽക്കാലത്ത് ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മൾ വെള്ളം കൂടി കുറയുന്നതാണ്. അപ്പൊ വേനൽക്കാലത്ത് ഒരുപാട് വേർപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടർ പോകുന്നുണ്ട്. അപ്പോൾ വെള്ളം എന്ത് ചെയ്യും, ബോഡി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഈ വെള്ളത്തിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് മൂത്രത്തിന്റെ അളവങ്ങ് കുറയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ലവണങ്ങളൊക്കെ കിഡ്നിയിൽ അടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് കിഡ്നി സ്റ്റോൺ വരാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. യൂറിക് ആസിഡ് ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ, ചുവന്ന മീറ്റ്, അതുപോലെ തന്നെ ചീര, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ഇതൊക്കെ കഴിക്കുന്നത് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാൻ, അമിതമായിട്ട് കഴിക്കുന്ന കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാൻ ഒരു കാരണമാണ്. പാല് അധികമായിട്ട് കുടിക്കുന്നത് കാൽസ്യത്തിന്റെ സ്റ്റോൺസുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഒരു സെഡൻഡറി ലൈഫ്, ഒരുപാട് സമയം ഇരുന്നിട്ട് യാതൊരു തരത്തിലുള്ള വ്യായാമവും ഇല്ലാത്തുള്ള ഒരു ജീവിതം, ചിലപ്പോ പൊണ്ണത്തടി, ഇതെല്ലാം ചിലപ്പോ ഈ ഒരു കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലവണങ്ങൾ നമ്മുടെ കിഡ്നിയിൽ അടിഞ്ഞുകൂടാനുള്ള കാരണമാകാറുണ്ട്. ഇതുകൂടാതെ ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങള്, ചില മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ മൂത്രത്തിലൊക്കെ കാണുന്ന ചില മൈക്രോ ഓർഗാനിസംസും ഒക്കെ ഈ ഒരു കല്ല് ഉണ്ടാക്കാൻ സാധ്യതയാകാറുണ്ട്, വളരെ ചെറിയ തോതിലാണെന്ന് മാത്രം. കിഡ്നി സ്റ്റോണിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത്? ഏറ്റവും പ്രധാനം ഇതിന്റെ വേദന തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന വേദന എന്ന് പറയുന്നത് പ്രസവ വേദനയാണ്. രണ്ടാമത് നിൽക്കുന്ന കിഡ്നി സ്റ്റോണിന്റെ വേദനയാണെന്നാണ് പറയുന്നത്. അത്രയും അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും. ഒരു ബ്ലേഡ് വെച്ച് പറയുന്ന പോലത്തെ വേദനയായിരിക്കും ഉണ്ടാവുക. അതിന്റെ കൂടുതൽ നടുവേദന ഉണ്ടാകും. നടുവിനുണ്ടാകുന്ന ഈ ഒരു വേദന നമ്മുടെ മുൻഭാഗത്തേക്ക്, അടിവയറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനൈറ്റൽ റീജിയണിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിന്റെ ഒരു വേദന വരുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തില് കടുത്ത വിറയലോടുകൂടിയ പനി ഉണ്ടാവാം, മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകാൻ തോന്നും, പക്ഷെ പോയിരിക്കുമ്പോൾ വളരെ തുള്ളി തുള്ളി ആയിട്ടായിരിക്കും മൂത്രം പോവുക, അല്ലെങ്കിൽ വളരെ നേരിയ കുറഞ്ഞ എമൗണ്ടിലായിരിക്കും പോകുന്നത്. ഈ മൂത്രത്തിനകത്ത് ചിലപ്പം എന്തെങ്കിലും മണൽത്തരി പോലെയുള്ള കണ്ടൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂത്രത്തിന്റെ കൂടെ ചിലപ്പോൾ ബ്ലഡ് മിക്സ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ അമിതമായിട്ടുള്ള ക്ഷീണം, ഇതെല്ലാം ഈ ഒരു മൂത്രത്തിൽ പഴുപ്പിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ നോസിയ, ഓക്കാനം, ഛർദിയും എല്ലാം ഈ ഒരു മൂത്രത്തിൽ കല്ലുള്ളവർക്ക് കാണാറുണ്ട്. തക്കാളിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ വരുമെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? അത് പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്, തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരുമെന്നുള്ളത്. തക്കാളിയിൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരു 10 ഗ്രാം തക്കാളി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 5 മില്ലിഗ്രാം ഓക്സലേറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ഒരിക്കലും നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു അളവല്ല. അത് മാത്രമല്ല, ഈ തക്കാളി എന്നൊക്കെ പറയുന്നത് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ടാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തേക്ക് കൂടുതൽ വെള്ളം എത്തുകയാണ്. അതുവഴി കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനുള്ള ഒരു പ്രതികൂല മാർഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ തക്കാളി കഴിക്കാം. ഇതോടൊപ്പം മറ്റു ഫ്രൂട്ട്സും കഴിക്കാം. അപ്പോ തക്കാളി കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും കിഡ്നി സ്റ്റോൺ വരികയോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് തക്കാളി കഴിക്കുന്നത് ഒരു ഗുരുതരമായ സാഹചര്യത്തിൽ എത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. തക്കാളി ധൈര്യമായിട്ട് കഴിക്കാം. എങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? കിഡ്നി സ്റ്റോൺ ഉള്ള ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ അവരുടെ ആ ഒരു സിംറ്റംസ് ഏതൊക്കെയാണ്, അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കും. ആ ലക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിന് തക്കതായിട്ടുള്ള ഒരു മരുന്നായിരിക്കും മിക്കവാറും കൊടുക്കാറ്. അപ്പോൾ ആ മരുന്ന് കഴിക്കുന്നതോടുകൂടി അവരുടെ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാകുകയും അതോടൊപ്പം തന്നെ മൂത്രത്തിൽ കൂടി എത്ര വലിയ കല്ലാണെന്നുണ്ടെങ്കിലും അത് മൂത്രത്തിൽ കൂടി പൊടിഞ്ഞോ അല്ലെങ്കിൽ ചെറിയ കല്ലുകളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയോ പുറന്തള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം നമ്മൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. പിന്നെ ഒരു തവണ മൂത്രത്തിൽ കല്ല് വന്നവർക്ക് വീണ്ടും വരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനും കൂടി ആവശ്യപ്പെടാറുണ്ട്.
നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. മൂത്രത്തിൽ കൂടിയാണ് ഈ പദാർത്ഥങ്ങളെല്ലാം ഒഴുകിപ്പോകുന്നത് കൊണ്ട് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ റെഡ് മീറ്റ് ഒഴിവാക്കുക. പിന്നെ ചീര, സ്വീറ്റ് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ഇത്തരം സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒഴിവാക്കി നിർത്തുക. പിന്നെ സീസണൽ ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി പോലെയുള്ള പഴങ്ങൾ ധാരാളം കഴിക്കുക. പേരയ്ക്കൊക്കെ കഴിക്കുക. പിന്നെ മറ്റ് പാനീയങ്ങൾ, അധികം മധുരമുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ചായ, കാപ്പി ഇതൊക്കെ കഴിക്കുന്നതൊന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ ആൽക്കഹോളിക് ഡ്രിങ്ക്സും. ഇതെല്ലാം ശരീരത്തിന്റെ ആ ഒരു ജലമുള്ള ആ ഒരു അവസ്ഥയെ കുറയ്ക്കും. അതായത് നിർജ്ജലീകരണ അവസ്ഥയ്ക്ക് കാരണമാകും. പിന്നീട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോമിയോ മെഡിസിൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്.